2002 മാർച്ച് മാസം ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ബിൽക്കീസ് ബാനുവിന് വയസ്സ് 21, 5 മാസം ഗർഭിണിയും. 22 കൊല്ലം മുമ്പത്തെ ആ രാത്രി ബിൽക്കീസ് എന്ന സ്ത്രീയുടെ ജീവിതം കീഴ്മേൽ മറിച്ചു. അഹമ്മദാബാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ദാഹോദിലെ രാധിക്പൂർ ഗ്രാമം. അതുവരെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ അയൽക്കാർ അവിടെയുള്ള 60ഓളം മുസ്ലിം വീടുകൾ അഗ്നിക്കിരയാക്കി. ബിൽക്കീസ് ബാനുവിന്റെ വീടും അവർ തീയിട്ടു. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുമ്പോൾ കത്തിയമരുന്ന വീടിനെ അവസാനമായി ഒന്നുകൂടി അവർ തിരിഞ്ഞു നോക്കി. ബിൽക്കീസ് ബാനുവും കുടുംബവും അന്ന് സ്കൂളുകളിലും പള്ളികളിലുമായി അഭയം തേടി. അതിനിടെ അവളുടെ ബന്ധുവായ ഷമീം വയറ്റാട്ടിയുടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവിടെയും സുരക്ഷിതമല്ലെന്ന് കണ്ട ബിൽക്കീസും വീട്ടുകാരും വീണ്ടും രക്ഷ തേടി ഓടി. ഇരുട്ടുമൂടിയ വഴികളിലൂടെയും ഇട റോഡുകളിലൂടെയുമായിരുന്നു അവരുടെ യാത്ര. ലക്ഷ്യം മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന എവിടെയെങ്കിലും എത്തിച്ചേരുക എന്നതായിരുന്നു. ആ യാത്രയിൽ നന്മ കൈവിടാത്ത ഒരുപാട് മനുഷ്യർ അവർക്ക് അഭയം നൽകി. മാർച്ച് 3-നായിരുന്നു ആയുധങ്ങളുമായി 30ഓളം ആളുകൾ അവർക്ക് മുന്നിലേക്ക് എത്തിയത്. മുസ്ലിങ്ങളാണ് ഇവർ, അവരെ വെട്ടിക്കൊല്ലുകയെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു എത്തിയത്. വടിവാളും പിടിച്ച് തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നവരെ ബിൽക്കീസ് തിരിച്ചറിഞ്ഞു. കുട്ടിക്കാലം മുതൽ കണ്ടു വളർന്നവർ, പിതാവിനെ ചികിത്സിച്ച ഡോക്ടറുടെ മകൻ, വീടിന് തൊട്ടടുത്തുള്ള ഹോട്ടലിന്റെ ഉടമ, സ്ഥിരമായി വളകൾ വാങ്ങാൻ പോകുന്ന കടയുടെ ഉടമ, ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ്. നിങ്ങളെല്ലാവരും എനിക്ക് സഹോദരന്മാരെ പോലെയും അമ്മാവന്മാരെ പോലെയുമാണ്. തങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് ബിൽക്കീസ് കേണപേക്ഷിച്ചു. എന്നാൽ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. ബിൽക്കീസിന്റെ കൈകളിൽ പേടിച്ചു വിറച്ചു നിന്നിരുന്ന മകളെ അതിലൊരാൾ പിടിച്ചു വാങ്ങി തല കല്ലിലടിച്ച് തകർത്തു. തൽക്ഷണം അവൾ മരിച്ചു. താൻ ഗർഭിണിയാണെന്ന് ബിൽക്കീസ് ആവർത്തിച്ചു പറഞ്ഞിട്ടും അവരാരും കേട്ടതേയില്ല. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അവളെ മാറി മാറി ബലാത്സംഗം ചെയ്തു. അവളുടെ കുടുംബത്തിലെ 14 പേരെ, ബിൽക്കീസിന്റെ അമ്മയെ ഉൾപ്പെടെ അവരിൽ ഓരോരുത്തരും ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. തലേ ദിവസം പെൺകുഞ്ഞിന് ജന്മം നൽകിയ ഷമീമിനെയും കൈക്കുഞ്ഞിനെയും അവർ വെറുതെ വിട്ടില്ല. എത്ര പേർ തന്റെ ദേഹത്ത് കയറിയിറങ്ങിയെന്ന് തനിക്കറിയില്ലെന്ന് ബിൽക്കീസ് ബാനു പിന്നീട് കോടതിയിൽ പറഞ്ഞു. മറ്റെല്ലാവരെയും പോലെ ബിൽക്കീസും കൊല്ലപ്പെട്ടെന്ന് കരുതി അക്രമികൾ അവളെ ഉപേക്ഷിച്ചു പോയി. ബോധം വന്നപ്പോൾ അവൾ നഗ്നയായിരുന്നു. വീട്ടുകാരുടെ മൃതദേഹങ്ങൾ ചുറ്റും. പേടിച്ച് കരയാൻ പോലുമായില്ല. തൊട്ടടുത്ത് കിടന്ന ഒരു തുണി കൊണ്ട് ശരീരം മറച്ച് ഒരു കുന്നിൻ മുകളിലേക്ക് ബിൽക്കീസ് ഓടി. ആ രാത്രി പേടിച്ചു വിറച്ചു അവിടെ കഴിഞ്ഞു. രാവിലെ ഒരു ആദിവാസി സ്ത്രീ അവളെ കാണുകയും വെള്ളവും വസ്ത്രവും നൽകുകയും ചെയ്തു. അവരുടെ സഹായത്തോടെ തൊട്ടടുത്തുള്ള ലിങ്കേഡ പോലീസ് സ്റ്റേഷനിലെത്തി രാത്രി നടന്നതെല്ലാം വിവരിച്ചു. എന്നാൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. അവളെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ബിൽക്കീസ് അവിടെ വെച്ച് തന്റെ ഭർത്താവ് യാക്കൂബ് റസൂലിനെ കണ്ടുമുട്ടി. കൊലപാതകം നടന്ന് 2 ദിവസത്തിന് ശേഷം ചില ഫോട്ടോഗ്രാഫർമാരാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇത് പുറത്തു വന്നതോടെയാണ് പോലീസ് നടപടിയെടുത്തത്. 3 വയസ്സുള്ള മകൾ ഉൾപ്പെടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ബിൽക്കീസ് തിരിച്ചറിഞ്ഞു. ബലാത്സംഗം നടന്ന് 4 ദിവസത്തിന് ശേഷം ഗോദ്ര സിവിൽ ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. എന്നാൽ കൂട്ടക്കൊല തേച്ചു മായ്ച്ചു കളയാൻ പോലീസ് വേണ്ടതെല്ലാം ചെയ്തിരുന്നു. മൃതദേഹങ്ങളൊന്നും ഇൻക്വസ്റ്റ് ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ രക്തമോ മറ്റ് സാമ്പിളുകളോ ശേഖരിച്ചില്ല. പോലീസിന്റെ നിർദ്ദേശപ്രകാരം മൃതദേഹങ്ങൾ ആരും അറിയാതെ കൂട്ടമായി കുഴിച്ചിട്ടു. ബലാത്സംഗം നടന്ന് 15 ദിവസങ്ങൾക്ക് ശേഷമാണ് ബിൽക്കീസ് ബാനുവിനെ മൊഴി രേഖപ്പെടുത്താനായി പോലീസ് വിളിപ്പിക്കുന്നത്. എഴുത്തും വായനയും അറിയാത്ത ബിൽക്കീസിനെ കൊണ്ട് വെള്ള പേപ്പറുകളിൽ വിരലടയാളം പതിപ്പിച്ചു. അവളുടെ മൊഴിയൊന്നും പോലീസ് രേഖപ്പെടുത്തിയതുമില്ല. ഒടുവിൽ തെളിവുകളില്ലെന്ന് പറഞ്ഞ് 2003 മാർച്ച് 25-ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സഹായത്തോടെ ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭീഷണിയും ഉപദ്രവവും ബിൽക്കീസ് ബാനുവിന് നേരിടേണ്ടി വന്നു. ഒടുവിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി ഉത്തരവിട്ടു. തുടർന്നാണ് കേസ് അന്വേഷണം CBI ഏറ്റെടുക്കുന്നത്. ബിൽക്കീസിന്റെയും മറ്റ് സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തുകയും 2004-ൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ അവയ്ക്കൊന്നും തലയോട്ടികളില്ലായിരുന്നു. ഭാവിയിൽ ആരെങ്കിലും മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. വേഗത്തിൽ മൃതദേഹം അഴുകാനായി ഉപ്പ് തളിച്ചിരുന്നതായും കണ്ടെത്തി. 4 സ്ത്രീകളുടെയും 3 കുട്ടികളുടെയും അവശിഷ്ടങ്ങളാണ് അന്ന് പുറത്തെടുത്തത്. അതിൽ 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2004 മെയ് 12-ന് CBI അന്തിമ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. അതിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി സർക്കാരിന്റെ പങ്കാളിത്തവും വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു.
കോടതി നടപടികളിൽ സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയും വിചാരണ ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റുകയും ചെയ്തു. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വിചാരണ നടക്കുന്ന സമയങ്ങളിൽ ഒളിവിൽ കഴിയാൻ ബിൽക്കീസും കുടുംബവും നിർബന്ധിതരായി. എന്നാൽ തന്റെ വാദത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലാതെ ബിൽക്കീസ് ദൃഢനിശ്ചയത്തോടെ പോരാടി. പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ബിൽക്കീസ് ബാനു നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് CBI ആവശ്യപ്പെട്ടു. എന്നാൽ 2008 മുംബൈയിലെ പ്രത്യേക കോടതി 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. 2017 മെയ് മാസത്തിൽ ബോംബെ ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച പോലീസുകാരന് 3 വർഷം തടവ് വിധിച്ചു. കൂട്ടബലാത്സംഗം നടന്ന കാര്യം പറയാൻ ചെന്നപ്പോൾ ബിൽക്കീസ് ബാനുവിനെ ആട്ടി ഓടിച്ച ഹെഡ് കോൺസ്റ്റബിളും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. 15 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലായിരുന്നു പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. എന്നാൽ അവിടെയും തീർന്നില്ല ബിൽക്കീസ് ബാനുവിന്റെ പോരാട്ടം. സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികം പ്രമാണിച്ച് 2022 ഓഗസ്റ്റ് 15-ന് ജയിലിലെ നല്ല നടപ്പിന്റെ പേരിൽ ഗുജറാത്ത് സർക്കാർ കുറ്റവാളികളെ ജയിൽ മോചിതരാക്കി. 15 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അന്വേഷണ ഏജൻസികളുടെ എതിർപ്പ് മറികടന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ഗുജറാത്ത് സർക്കാർ ഇവരെ മോചിപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിനെതിരെ ബിൽക്കീസ് ബാനു വീണ്ടും പോരാട്ടം തുടർന്നു. പ്രതികളുടെ ശിക്ഷാ ഇളവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചു. തൃണമൂൽ കോൺഗ്രസ് മുൻ MP മഹുവ മൊയ്ത്ര, CPM PB അംഗം സുഭാഷിണി അലി എന്നിവരും പ്രതികളുടെ മോചനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഒടുവിൽ നീതി വീണ്ടും ബിൽക്കീസിനെ തേടിയെത്തി. പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രതികൾ വീണ്ടും ജയിലിലെത്തണമെന്ന് വിധിക്കുകയും ചെയ്തു.